നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ 7:00 പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. യു.എസ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഓൾ ടൈം ഹൈ ആണ്. നാസ്ഡാക്ക് 2021 ശേഷമുള്ള ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇന്നലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആപ്പിളിന് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഏകദേശം $2 ബില്യൺ ഒരു പെനാൽറ്റി വന്നതിനെ തുടർന്ന് ആപ്പിൾ സ്റ്റോക്ക് ഏകദേശം 2% ഇടിഞ്ഞു. അതുകൊണ്ട് ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്ന നാസ്ഡാക്ക് ഏകദേശം ഒരു 60 പോയിൻറ്റിൻ്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തി. മാത്രവുമല്ല, ഈ ഒരാഴ്ചയിലാണ് ബുധനാഴ്ച വ്യാഴാഴ്ച ദിവസങ്ങളിൽ യു.എസിലെ സെൻട്രൽ ഗവൺമെൻറ് തലവൻ ജെറോം പവലിൻ്റെ സ്പീച്ച് ഉള്ളത്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് യു.എസ് മാർക്കറ്റ് ഇന്നലെ സ്ലൈറ്റ്ലി ഒന്ന് ഇടിഞ്ഞിട്ടുണ്ട്. നിഫ്റ്റിക്ക് യാതൊരു പ്രശ്നമില്ല. നമ്മളുടെ മാർക്കറ്റിലെ നിഫ്റ്റിയുടെ കറൻറ്റ് ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ അതേ റേഞ്ചിൽ തന്നെയാണ്. ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് കാണാൻ സാധിക്കും. എനിവേ, നമുക്ക് ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലുള്ള സ്റ്റോക്കുകളുടെ വാർത്തകൾ നോക്കാം. അതിനുശേഷം മറ്റുള്ള ഗ്ലോബൽ കാര്യങ്ങൾ നോക്കാം. ടാറ്റ മോട്ടോഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത്. അവരുടെ പാസഞ്ചർ വെഹിക്കിളും അവരുടെ കൊമേഴ്ഷ്യൽ വെഹിക്കിളും 2 ഉപകമ്പനികളായിട്ട് വിഭജിക്കുന്നു എന്നുള്ള ന്യൂസ്. IIFL ഫിനാൻസിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗോൾഡ് ലോൺ ഫർദറായിട്ട് കൊടുക്കുന്നത് ഇമ്മീഡിയറ്റ് എഫക്റ്റായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ന്യൂസ് ശ്രദ്ധിക്കുക. മാക്രോടെക് ഡെവലപ്പേഴ്സ് ബോംബെ ആസ്ഥാനമായിട്ടുള്ള റിയാലിറ്റി കമ്പനി 3300 കോടി രൂപ ഒരു ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റിലൂടെ. ഇൻഫിബീം അവന്യൂ കമ്പനിക്ക് പേയ്മെൻറ്റ് അഗ്രിഗേറ്ററായിട്ട് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഗ്രാൻഡ് അനുവാദം RBI കൊടുത്തു എന്നുള്ള ന്യൂസ്. NTPC കമ്പനി അവരുടെ ഒരു പുതിയ റിന്യൂവബിൾ പവർ പാർക്ക് ഉത്തർപ്രദേശിൽ ചെയ്യാനായിട്ട് ഉത്തർപ്രദേശ് സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് ധാരണയായിട്ടുണ്ട്. ടാറ്റ കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികോം അതോറിറ്റി ടാറ്റ കമ്മ്യൂണിക്കേഷന് ഇവരുടെ മെഷീൻ ടു മെഷീൻ സർവീസ് ചെയ്യാനായിട്ടുള്ള അഡീഷണൽ ഓതറൈസേഷൻ കൊടുത്തു എന്നുള്ള ന്യൂസ്. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി ഓട്ടോമണസ് വെഹിക്കിളായിട്ട് പുതിയ ഗ്രീൻ എനർജി ബിസിനസ് ചെയ്യാനായിട്ട് ഇരു കമ്പനികളും ധാരണയായിട്ടുണ്ട്. NPCCക്ക് 92 കോടി രൂപയുടെ ഓർഡർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഛത്തീസ്ഗഡിൻ്റെ ഭാഗത്തു നിന്ന് കമ്പനിക്ക് കിട്ടി. ടാല പ്ലാറ്റ്ഫോം ഒരു IT കമ്പനിയാണ്. അവരുടെ പുതിയ ഒരു മെസ്സേജിങ് പ്ലാറ്റ്ഫോം അവർ ലോഞ്ച് ചെയ്തു എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ഈസി ട്രിപ്പ് എന്ന് പറയുന്നത് ട്രാവൽ സെഗ്മെൻറ്റിലുള്ള ഒരു കമ്പനിയാണ്. ഇവരുടെ പുതിയ ഒരു ക്രെഡിറ്റ് കാർഡ് PNB ആയിട്ട് കൊളാബ് ചെയ്തിട്ട് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ന്യൂസ്. ജിൻഡാൽ സ്റ്റീൽ കമ്പനി ഇവരുടെ ഗ്രീൻ ഹൈഡ്രജൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലാന്റ് ഹിസാറിൽ ഒരു പ്രവർത്തനം ആരംഭിച്ചു. L&T മൈൻട്രി കമ്പനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആംഫി ബിസിനസ് ഇവർ പുതിയതായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. മാധവ് ഇൻഫ്ര പ്രൊജക്റ്റിന് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് 20 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഏഞ്ചൽ വൺ കമ്പനി കറൻസി ഡെറിവേറ്റീവ് മാർച്ച് 5 മുതൽ കമ്പനി നിർത്തലാക്കി എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് താൽക്കാലികമായിട്ട്. ആർസൻ എഞ്ചിനീയറിംഗ് കമ്പനി ഇവർ മഹാരാഷ്ട്രയിൽ ഇവരുടെ പ്ലാന്റിൻ്റെ കൊമേഴ്ഷ്യൽ പ്രവർത്തനം കമ്പനി ആരംഭിച്ചു. കിംസ് കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കമ്പനി താനയിൽ ഇവർ പുതിയ 65 ഏക്കർ ലാൻഡ് അക്വയർ ചെയ്ത് പുതിയ ഹോസ്പിറ്റൽസ് ബിൽഡ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസ്. മറ്റുള്ള ന്യൂസുകൾ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ടാവും, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ബ്രേക്കൗട്ട് സ്റ്റോക്കുകൾ, ഇന്നത്തെ IPO ഡീറ്റെയിൽസ്, ഇന്നത്തെ ഡിവിഡൻഡ് ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ട്രേഡ് ബഡ്ഡി എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റിൻ്റെ ട്രേഡിംഗ് ടാബിലുണ്ട്. അതിൻ്റെയും ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്യാം. ഇനി FISൻ്റെ ആക്ടിവിറ്റീസ് നോക്കാം. FIS ക്യാഷ് മാർക്കറ്റിൽ ഇന്നലെ അവർ 564 കോടി രൂപക്ക് സെല്ല് നടത്തി. DIs 3542 കോടി രൂപക്ക് ബൈ നടത്തി മാർക്കറ്റിനെ വലിയ തോതിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. FISൻ്റെ ക്യാഷ് മാർക്കറ്റിലുള്ള അവരുടെ ആക്ടിവിറ്റീസ് കണ്ടു. ഇനി ഇൻഡെക്സ് ഫ്യൂച്ചറിൽ ലോങ് പൊസിഷൻ 35 നിന്ന് 38 സ്ലൈറ്റ്ലി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഷോർട്ട് പൊസിഷൻ 62 തന്നെയാണ് നിൽക്കുന്നത്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത US പ്രധാന കമ്പനികളുടെ പ്രവർത്തനം നോക്കാം. NVIDIA 4% റാലിയും Intel 4% റാലിയും. 2 ചിപ്പ് നിർമ്മാണ കമ്പനീസ് മികച്ച റാലി രേഖപ്പെടുത്തിയെങ്കിൽ കൂടിയും
അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ ടെക്നോളജി കമ്പനീസും എസ്പെഷ്യലി ടെസ്ലയെല്ലാം തന്നെ 6%, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആപ്പിൾ 2.5% വലിയൊരു ഇടിവ് രേഖപ്പെടുത്തി. ഇനി US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസും ഇടിഞ്ഞിട്ടുണ്ട്, വിപ്രോ ഫ്ലാറ്റാണ്, ICC HDFC ബാങ്കും ഇടിഞ്ഞിട്ടുണ്ട്, ഡോക്ടർ റെഡ്ഡി 1.5% റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഗ്ലോബൽ മാർക്കറ്റാണ്. US വിക്സ് ഏറ്റവും താഴെ കാണാം. US വിക്സ് 3% ഉയർന്ന് 11. നാസ്ഡാക്ക് ടെക്നോളജി കമ്പനീസ് റെഡിലടച്ചു, ഡോ റെഡിലടച്ചു. ഇന്ത്യ വിക്സ് 14.9. MOX റഷ്യൻ മാർക്കറ്റ് ഗ്രീനിലടച്ചു. അതിന് മുകളിൽ ഉള്ള യൂറോപ്യൻ മാർക്കറ്റ് മിക്സഡ് ആയിരുന്നു. ഫ്രാൻസ് ഗ്രീനിലടച്ചെങ്കിൽ കൂടിയും UK-യും ജർമ്മനിയും റെഡിലടച്ചു. ബിറ്റ്കോയിൻ 68,394. നമുക്ക് നമ്മുടെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിക്കാത്ത രീതിയിൽ ബിറ്റ്കോയിൻ ഉയർന്നു. $5,000 ഉയർന്നിട്ടുള്ളത്. 68,000 എന്ന റേഞ്ചിൽ എത്തി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഫ്ലാറ്റാണ്, നെഗറ്റീവാണ്. ഗോൾഡും ജമ്പ് ചെയ്ത് പോയി. $2,115 പെർ ഔൺസ് എന്ന നിലയിലാണ് ഇപ്പോൾ ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. ഇനി ഇതൊക്കെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള എക്സ്പയറി എന്ന് പറയുന്നത് നിഫ്റ്റി ഫിനാൻഷ്യലിൻ്റെ എക്സ്പയറിയാണ്. ഈ ഒരാഴ്ച ശ്രദ്ധിക്കേണ്ട ഒരു കുറച്ച് കാര്യം, ഈ ഒരാഴ്ച വെള്ളിയാഴ്ച ദിവസം ശിവരാത്രി, മാർക്കറ്റ് ഹോളിഡേ ആണ്. സെൻസെക്സിൻ്റെ എക്സ്പയറി ഷിഫ്റ്റ് ചെയ്ത് വ്യാഴാഴ്ച ദിവസത്തിലേക്ക് മാറും. വ്യാഴാഴ്ച ഓൾറെഡി നിഫ്റ്റിയുടെ എക്സ്പയറി ഉണ്ട്. അപ്പോൾ ഈ ഒരാഴ്ച മാർക്കറ്റ് ഒരു ദിവസം ഇല്ലാത്തത് കൊണ്ട് ആ ഒരു എക്സ്പയറി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് കൊണ്ടും ഓൾറെഡി അടുത്ത മാസം ഇലക്ഷൻ ആയതുകൊണ്ടും ഇനി മുന്നോട്ടുള്ള കുറച്ച് ദിവസങ്ങളിൽ കുറച്ചും കൂടി വോളറ്റിലിറ്റി ഉണ്ടാവും. ഒരേ രീതിയിൽ മാർക്കറ്റ് പതിയെ പതിയെ പോകുന്ന ഒരു സമ്പ്രദായം ഇനി അങ്ങ് ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ പൊസിഷൻ എടുത്താൽ നമ്മുടെ കണ്ണ് അവിടെ വേണം, എസ്പെഷ്യലി ബൈയിങ് ഒക്കെ എടുത്താൽ. അത്തരത്തിലാണ് മാർക്കറ്റിൻ്റെ പോക്ക്. വളരെയധികം ശ്രദ്ധ വേണം. എനിവേ ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി, നിഫ്റ്റിയുടെ ചാർട്ട് സ്പോട്ട് കാണാം. 20,950. ഫസ്റ്റ് റെസിസ്റ്റൻസ് സോൺ 21,000 തന്നെയാണ് മേജർ റെസിസ്റ്റൻസ് സോൺ. അത് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ 21,100 ഉണ്ട്, 21,200 ഉണ്ട്, 21,300 ഉണ്ട്. റെസിസ്റ്റൻസ് സോൺ. സപ്പോർട്ട് സോൺ മേജർ 21,800 ആദ്യത്തെ സപ്പോർട്ട് സോൺ. അതിനുശേഷം 21,500 സെക്കൻഡ് സപ്പോർട്ട് സോണാണുള്ളത്. അപ്പോൾ 21,500 ലോങ് ബാർ ഉള്ളത്. അത് തന്നെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും എന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ആപ്പിളിൻ്റെ ആ ഒരു ന്യൂസ് നിലവിലുണ്ട്, എസ്പെഷ്യലി ടെക്നോളജി കമ്പനീസിൽ. അപ്പോൾ വൈകിട്ട് 7 മണിക്ക് വിശദമായിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റായിട്ട് എത്താം. സറോദ അപ്സ്റ്റോക്ക് തുടങ്ങിയ ഡിസ്കൗണ്ട് ബ്രോക്കറിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. താങ്ക് യു ഓൾ.